വയനാട് സുൽത്താൻ ബത്തേരിയിൽ കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിലായത് ടാൻസാനിയ സ്വദേശി പ്രിൻസ് സാംസൺ കർണാടക ഗവൺമെന്റ് കോളേജിലെ BCA വിദ്യാർത്ഥിയാണ്. കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി താൻസാനിയ സ്വദേശി പ്രിൻസ് സാംസൺ ആണ് പിടിയിലായത്. കർണാടക ഗവൺമെന്റ് കോളേജിലെ BCA വിദ്യാർത്ഥിയാണ്. ഫെബ്രുവരി 24-ന് മുത്തങ്ങയിൽ മലപ്പുറം സ്വദേശി ഷഫീഖിനെ 94 ഗ്രാം MDMA-യുമായി പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയാണ് പ്രതിയെ പിടികൂടിയത്. 4 ദിവസം മുൻപ് വയനാട് പോലീസ് ബാംഗ്ലൂരെത്തി പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. താമസ സ്ഥലത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. 4 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മറ്റ് രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി MDMA ഉൽപ്പാദിപ്പിച്ചിരുന്നോ എന്ന് പോലീസിന് സംശയമുണ്ട്. ഇവനെ പിടികൂടിയതിനു ശേഷം ഇയാളുടെ ഇൻട്രോഗേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഇയാളുടെ ഒരു ഇല്ലീഗൽ അക്കൗണ്ടിലാണ് കാണുന്നത്. ഇതൊക്കെ മുഴുവൻ ഡ്രഗ് ഡീലിംഗ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ് നമുക്ക് മനസ്സിലായത്. സെർച്ചിൽ നമുക്ക് കിട്ടിയത് 5 മൊബൈൽ ഫോണും കുറച്ച് റൗട്ടേഴ്സും ലാപ്ടോപ്സും ഉണ്ടായിരുന്നു. 2 മാസത്തിൻ്റെ അകത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു 80 lakhs ഓളം ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്. അനധികൃത അക്കൗണ്ടുകൾ വഴി 2 മാസത്തിനിടെ 80 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പ്രതി കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി കടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ പ്രതികളെ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പ്രതികളിലേക്ക് എത്തിച്ചേരാനാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, വയനാട്.